ഹലോ ഓൾ, ഞാൻ ഡോക്ടർ രാജ്കുമാർ പ്രഭു. ഞാൻ ശ്രീരാധാ ഗോവിന്ദ് ആയുർവേദ ചികിത്സാലയ ജനറൽ സർജനാണ്. അപ്പോൾ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് പറഞ്ഞാൽ ജ്വരം അഥവാ ഫീവർ, അതിൻ്റെ എവല്യൂഷനെ കുറിച്ചാണ്. എങ്ങനെയാണത് ഈ ഭൂമിയിൽ വന്നത്, എങ്ങനെയാണ് ജ്വരം ഉണ്ടായത്, എങ്ങനെയാണ് ഈ ഭൂമിയിൽ രോഗങ്ങൾ വന്നത്, അതിനെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിനൊരു ഞാൻ ശ്ലോകം വെച്ചിട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്യാം. ജ്വരം എന്നുള്ള ചാപ്റ്ററിൽ ഈ മാതൃഗാനത്തിലെ ഒരു ശ്ലോകമാണ്. ദക്ഷാപമാനേ സംക്രുദ്ധ്യ രുദ്രനിശ്വാസ സംഭവ എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ മിക്കവർക്കും അറിയുന്ന ഒരു കഥയായിരിക്കും ഈ ദക്ഷയാഗം. അപ്പോൾ ഈ ദക്ഷയാഗത്തിൽ എന്താ പറയുക, സതിയെ ശിവനെ സതിയുടെ മുന്നിൽ ശിവനെ അപമാനിക്കുകയാണ് ദക്ഷൻ. ആ അപമാനം സഹിക്കാണ്ട് സതി ആ അഗ്നിയിൽ കയറിയിട്ട് ആത്മഹത്യ ചെയ്യും. ആ ആത്മഹത്യ ചെയ്യുന്നത് ശിവൻ കണ്ടിട്ട്, ശിവൻ ആ സമയത്ത് വരുന്നത് കണ്ടിട്ട്, ആ ആത്മഹത്യ കണ്ടിട്ട് ശിവന് ദേഷ്യം വന്നിട്ട് ആ ദേഷ്യത്തിന് ആ നിശ്വാസം ശിവൻ നിശ്വസിക്കുകയാണ് ചെയ്യുന്നത്. ആ ദേഷ്യം കൊണ്ട്, ആ നിശ്വാസം കൊണ്ടാണ് ജ്വരം ഉണ്ടായത് എന്നുള്ളതാണ് കഥ പറയുക. ഇറ്റ്സ് എ മൈത്തോളജിക്കൽ സ്റ്റോറി. അപ്പോൾ ഇത് എത്ര പറയാമെന്നുള്ളത് എനിക്കറിയില്ല. ഇതാണ് ഈ ജ്വരത്തിനെ പറ്റിയുള്ള കഥ.